കേർലി ഹെയർ ഉള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് മഴ, ശത്രു. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർ മഴ നനഞ്ഞാൽ ഹാപ്പി ആവും, നമ്മളോ നനഞ്ഞാൽ പൂട പഞ്ഞിക്കെട്ട് പോലെ പൊങ്ങും. ചീപ്പ്, നമുക്ക് വെപ്പൺ. രാവിലെ ചീകിയ സിംഹത്തിൻ്റെ മുടി, ചീകിയില്ലെങ്കിൽ കാക്കക്കൂട്. രണ്ടായാലും പണി കിട്ടും. ഓയിൽ, ഇട് എന്ന് എല്ലാവരും പറയും. ഓയിൽ ഇട്ടാൽ ചട്ടിയിൽ വറുത്ത പപ്പടം, ഇടാതിരുന്നാലോ വരണ്ട മരുഭൂമി. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ചുരുള മുടിയാണ് നമ്മുടെ ക്രൗൺ. സ്ട്രെയിറ്റ് ചെയ്യാൻ 2 മണിക്കൂർ വേണ്ട, വാഷ് ചെയ്താൽ അതിൻ്റെ ഭംഗി വേറെ. കേർലി ഹെയർ ഉള്ളവർ കമൻറ്റിൽ ഒരു ലവ് ഇട്ടേക്കണേ. കേർലി ഹെയർ കൊണ്ട് സ്കൂളിൽ കളിയാക്കൽ കേട്ടവർ എത്ര പേരുണ്ട്? അയ്യേ പൂട, ചകിരി എന്നൊക്കെ. പ്രായത്തിൻ്റെ അഹങ്കാരത്തിൽ ഞാനും ചെയ്തു സ്ട്രെയിറ്റനിങ്. ആദ്യം എന്തായിരുന്നു ലുക്ക്, പിന്നെ കണ്ടില്ലേ. ട്രീറ്റ് ചെയ്ത മുടി വെട്ടിയാലോ? ഇതാണ് അവസ്ഥ. ഡോറ ബുജി. 30 കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗോഡ് ഗിഫ്റ്റഡ് കേഴ്സ്. എൻ്റെ 2 സിമ്പിൾ കേർലി ഹെയർ ടിപ്സാണ്. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഷാംപൂ 2 times in a week, കൂടിയാൽ ഡ്രൈ ആവും. തോർത്ത് കൊണ്ട് തിരുമരുത്, ഓൾഡ് ടീഷർട്ട് കൊണ്ട് പിടിച്ച് വെള്ളം കളയണം. ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ മുടി പെർഫെക്റ്റ് എന്നല്ല, ബട്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ കേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ.